സർവശക്തനായ ദൈവമേ, ഞാൻ അങ്ങയുടെ പേര് ഇതിനു മുമ്പ് അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ ഇന്നലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, സർവശക്തനായ ദൈവം ഉൽപ്പത്തി 17:1 അവിടുന്ന് തന്നെ പറഞ്ഞതാണ്. ഞാൻ മുമ്പ് 6669 എന്ന് പറഞ്ഞ ദൈവത്തിന്റെ നാമം 6999 അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് പറ്റി. അതുകൂടാണ്ട് വേറെ 2 മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒന്ന് മായാമി ബാണ്ടൻ എന്ന് പറയേണ്ടടുത്ത് മായാമി എന്റെ ഭാര്യയുടെ ബന്ധത്തില് അങ്ങനെ 2-3 മിസ്റ്റേക്കുണ്ട്. അത് വലിയ കാര്യമായിട്ടുള്ളതല്ല, എങ്കിലും അത് പിന്നീട് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ മിസ്റ്റേക്ക് മനസ്സിലായത്. ഇനി പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സംഗതി, പ്രധാനമായ ഒരു സംഗതി പറയാനുണ്ട്. അത് മറന്നതല്ല, അത് സമയമില്ലായിരുന്നു. ഒന്ന്, പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നീതി പ്രവർത്തിക്കുക, ദയാ തൽപരായിരിക്കുക, ദൈവത്തിന് സറണ്ടർ ചെയ്യുക. 2, ഞാൻ ശുദ്ധിയുള്ളവരായി ഇന്നുപോലെ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിപ്പിൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 3, 1 കൊരിന്ത്യർ 13:13 പറയുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആ വിശ്വാസത്തെ സംബന്ധിച്ച് ഇതുവരെ അതിപ്രാധാന്യം അറിയിക്കുന്നതാണ്. സ്നേഹമാണ് വലുതെങ്കിലും വിശ്വാസം ഇല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ സാധ്യമല്ല. അതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഏറെ സത്യമായ അങ്ങനെയും അങ്ങനെ ഈശോമിശിയെ അറിയുക എന്നുള്ളതാണ്. അറിയിക്കുക. പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം 1 തിമോത്തി 2:4 അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണം എന്നും ആഗ്രഹിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ, മനുഷ്യനായ ക്രിസ്തു യേശു. ഇന്ന് എടുക്കുന്ന വിഷയം വിശ്വാസത്തെ സംബന്ധിച്ചാണ്. ഈ വിശ്വാസം അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് മനസ്സിലാക്കാനും അതിന്റെ അർത്ഥവ്യാപ്തിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് സമയമെടുക്കും. പലരും പല വിധത്തിലുള്ള അറിവുകളാണ്. നിന്റെ വിശ്വാസം നിന്നെ പുറപ്പിക്കുന്നു പറഞ്ഞു. എന്നാൽ വിശ്വാസത്തെ സംബന്ധിച്ച് എബ്രായ ലേഖനം 11 മുഴുവൻ വായിക്കുക. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. വിശ്വാസത്താൽ എന്നുള്ള ആ അധ്യായത്തിൽ പറയുന്ന എബ്രാഹാം എന്ത് ചെയ്തു? അങ്ങനെ ഓരോരുത്തരും വിശ്വാസം കൊണ്ട് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. അത് 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇനി ഇന്നലെ ഞാൻ ഒരു സഭായോഗത്തിന് പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് ഒരു ഭാഷ പറഞ്ഞ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലായി. ഉൽപ്പത്തി 17 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ സർവശക്തനായ ദൈവം ആകുന്നു. സർവശക്തൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഉദ്ദേശം പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അങ്ങ് ഈ 2 പ്രവചന നിവൃത്തിയാണ് മനുഷ്യർക്ക് രക്ഷിക്കാനായിട്ട് പലതുണ്ടെങ്കിലും പല പ്രവാചകന്മാർ പറയുകയും യേശു യാഗമായി തീർന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ശരി, മൊത്തമായിട്ട് പറയുമ്പോൾ രാജ്യത്ത് മത്തായി 24:14 പറയുന്നത് രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യദാന ലോകത്തിലൊക്കെ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും, അതുകൊണ്ടും പൂർത്തിയാകുന്നില്ല. അടുത്തതാണ്, സമുദ്രം ജലം കൊണ്ട് അറിഞ്ഞിരിക്കുന്ന പോലെ ഭൂമി കർത്താവിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. അത് നടത്തുകൊണ്ടിരിക്കുന്ന ഈ വെബ്സൈറ്റിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, നമ്മുടെ ഫാമിലിക്കും വരുവാൻ തക്കണം. അപ്പസ്തോലന്മാരുടെ നാളുകളിൽ യേശു ക്രിസ്തു അവർക്ക് കൊടുത്ത അധികാരവും അത്ഭുതങ്ങളും അവർക്ക് കൊടുത്ത സ്ഥാനമാനങ്ങളും അവർ പ്രവർത്തിച്ചു. ആ പ്രവർത്തനം നമുക്കും ഈ വെബ്സൈറ്റിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് ഞാൻ 2-3 അനുഭവങ്ങൾ പിന്നീട് പറയാം, എനിക്കുണ്ടായ അനുഭവങ്ങൾ. പക്ഷേ ഇതിനെല്ലാം ആരും വിലമതിക്കല്ല. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞാലും ശരി, ആളുകൾ അത് ഈ ദൈവമനുഷ്യര് എന്ന് പറയുന്ന അവര് അതിന്റെ വിലമതിക്കില്ല, അവരതിന്റെ തൃണവൽക്കരിക്കും. അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ദൈവം തന്നതിന് പൈശാചിക ബന്ധമുള്ളവര് അവരതിനെ തൃണവൽക്കരിക്കും. അവര് ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കാനോ ദൈവത്തിന്റെ നിയമം വ്യവസ്ഥ തകർക്കാനുള്ള ലക്ഷ്യത്തിലാണ്. ആര് എന്തെങ്കിലും ദൈവത്തിന്റെ
പ്രവർത്തനം വഴിയായിട്ട് ചെയ്താൽ അതിനെ തളർക്കുന്ന ഒരു ദുഷ്പ്രചരണം ആളുകളുടെ ഇടയിൽ നിന്നുണ്ട്. എനിക്ക് അനുഭവമുള്ള സംഗതിയാണ്. ഇത് വീണ്ടും പറയാണ്, ഇത് എന്റെ കാഴ്ചപ്പാടിൽ, ഞാൻ ഒരു പ്രവാചകനൊന്നുമല്ല, ഒരു എളിയ ദാസനാണ്. എന്റെ അനുഭവത്തിൽ ഈ വെബ്സൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരുപാട് 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 ഗുണങ്ങളുണ്ട്. അത് സർവശക്തനായ ദൈവം നമുക്ക് വലുതായിട്ട് തോന്നുന്നത് ദൈവത്തിന് നിസ്സാരമാണ്. അതിന്റെ ഒരു കാരണം, അബ്രാഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇരുന്ന കൂടാരത്തിൽ ദൈവം ചെന്നു. അവനോട് പറഞ്ഞു, അവന്റെ ഭാര്യയ്ക്ക് 90 വയസ്സായി, അവന് 99 വയസ്സായി, അവനൊരു മകന് തരുമെന്ന് പറഞ്ഞു. അവൻ അബ്രാഹത്തിന് ചിരിക്കായത് എന്ന് പറഞ്ഞാൽ ദൈവം അപ്പസ്വലന്മാർക്ക് കൊടുത്ത പോലെ ഇന്നും ആ ദൈവം ആസ്തികത്തിലുണ്ട്. ആ ദൈവം നടത്തുന്ന ഈ വെബ്സൈറ്റില് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു, ദൂതി സൈന്യം, സാക്ഷികളെ, പ്രവാചകന്മാരെ, അങ്ങനെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെല്ലാവരും ഇവിടെ കൂടി ആണ് ഈ വെബ്സൈറ്റിൽ പ്രവർത്തിച്ചുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്ക് പോരാട്ടുള്ളത് ദുഷ്ടാത്മസേനയോടൊക്കെ. ദുഷ്ടാത്മസേനയെ അടിച്ചമർത്തണമെങ്കിൽ ദൈവത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സേനകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ദൈവരാജ്യം സ്ഥാപിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഉണർത്തണം, ജനകോടികളെ രക്ഷിക്കണം. ഇത് അസാധ്യമായിട്ട് പലർക്കും തോന്നും. പക്ഷെ നിങ്ങൾ ചെറിയ അളവിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് കൊടുക്കുക. സുവിശേഷം നിസ്സാര ലെവലിൽ തുടങ്ങുമ്പോൾ അത് അവിടെ കിടന്ന് വളർന്നു വരും. ഒരു കുഞ്ഞ് ഒരു കാ കുഴിച്ചിട്ട് കഴിയുമ്പം അത് വലിയ പക്ഷമായിട്ട് വരും. കടുങ്ങണി, ഇങ്ങനെ പല എക്സാമ്പിൾ പറയുന്നുണ്ട്. അപ്പോ ആദ്യമേ നമ്മള് എബ്രായ ലേഖനം 11 അധ്യായം മുഴുവൻ വായിച്ച് അതിനെ സംബന്ധിച്ച് പഠിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തോടു കൂടി മാത്രം ദൈവത്തെ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനം കൊടുത്തു. അവനെ എബ്രാഹത്തിന്റെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറഞ്ഞു കൊടുത്തു. അവനോട് ചെയ്തിട്ടുള്ള വ്യവസ്ഥകളും അവനെ ഭൂമി മുഴുവനും നിന്റെ സന്ധ്യ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നതിന്റെ അർത്ഥം, എബ്രാഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ വിശ്വാസികളുടെ പിതാവെന്നാണ്. എന്നാൽ ഈ വിശ്വാസം ഉള്ള ആളുകൾക്ക് മാത്രമേ തന്നെ അറിയാനും തന്റെ നിയമങ്ങൾ പാലിക്കാനും പുത്രനെ അറിയാനും പശ്ചാത്മാവർക്ക് പ്രാപിക്കാനും തക്കവണ്ണം വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പ്രത്യാശയും വേണം, സ്നേഹവും വേണം. സ്നേഹത്തെ സംബന്ധിച്ച് മുമ്പേ പറഞ്ഞു, നമ്മളെ തന്നെ 100% സ്നേഹിക്കുക, അങ്ങനെ ദൈവരാജ്യത്തിന്റെ അവകാശമാക്കുക. ആ ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാണ് ഈ വെബ്സൈറ്റ്. ഇത് നിങ്ങൾ പിള്ളകളിക്കരുത്, ഇത് തമാശാക്കരുത്. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എങ്കിലും ഇത് ഭയങ്കര പ്രവചന നിവൃത്തിയാണെന്ന്, അതിശയാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും വീണ്ടും പറയാണ്. ഇതിൽ കൂടെ മാത്രമേ, അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ കത്തോലിക്കനായ സമയത്ത് അങ്ങനെ ഈ ശുദ്ധീകരണ സ്ഥലം എന്നും പറഞ്ഞ സ്ഥലം, അതെന്താണ് എങ്ങനെയാണ് ഇതൊന്നും അറിയാവോ? തീക്കത്തിനോട്ട് ശുദ്ധീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില മതക്കാരുടെ ചിന്താഗതികൾ ഇങ്ങനെയൊക്കെ. പക്ഷെ ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. കാരണം എന്താ അറിയോ, നമ്മളെ ശരിക്ക് ശുദ്ധീകരിക്കാൻ തക്കവണ്ണം പിശാച് അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചു മഹാക്രോധത്തോടെ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്ന കാലം അവൻ ദൈവ അംഗീകാരമുള്ളവന്റെ അടുത്തേ പോവുള്ളൂ. അവന്റെ ദുഷ്ടാത്മ സേനയുടെ അടുത്ത് അവന് പോകേണ്ട ആവശ്യമില്ല. കാരണം അവന്റെ ആൾക്കാരാണ്, അവര് മനുഷ്യ ദൈവങ്ങളാണ്. അപ്പോ നീതിമാന്മാരുടെ അടുത്ത് അവൻ പോയിക്കൊണ്ടിരുന്നത് ഇതാണ് നമ്മൾ ഭൂമിയിൽ വെച്ച് ശുദ്ധീകരണം. അങ്ങനെ ഈ ശുദ്ധീകരിച്ച് നമ്മള് അവനോട് പോരാടി ദൈവം നമ്മളോടുകൂടി ഉണ്ട്. നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും, ദൈവത്തെ കാണും, ദൈവം നിങ്ങളോടുകൂടി ഉണ്ട്. അതുപോലെ തന്നെ ഒരു സംഗതി കൂടെ പറയാം. വീണ്ടും ഇവിടെ ഇന്നിപ്പോ ചില മതക്കാരൊക്കെ ഇപ്പോഴും ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോൾ അതൊന്നുമില്ല, കൂടാര യോഗം എന്നും പറയുന്ന യോഗം. എന്നാൽ യഥാർത്ഥത്തിൽ യഹൂദന്മാർക്ക് 3 പെരുന്നാളാണ് ഘോഷിച്ചുകൊണ്ടിരുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ അത് നമുക്ക് കൂടുതലായിട്ട് അറിയണം. ഒന്ന്, ഇസ്രായേൽ ജനത്തിനെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടിയിച്ചുകൊണ്ട് വന്ന ദൈവം
അവർക്ക് ഒരു നിയമം കൊടുത്തു. പെസഹ പെരുന്നാൾ എന്നൊരു പെരുന്നാൾ അവർ ആണ്ടുവട്ടം കൂടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ അപ്പസ്തോലന്മാരെ കൂടിയിരുന്ന മുറിയില് ബെന്തിക്കോസ് പെരുന്നാൾ ഇതിനും അവർ കൂടിക്കൊണ്ടിരുന്നു. ഇനിയുള്ള പെരുന്നാൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം എബ്രാഹിം താമസിച്ചിരുന്ന കൂടാരത്തിലാണ് ദൈവം ചെന്നത്. വെളിപാട് 21 അധ്യായം പറയുന്നുണ്ട്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം, അവനവരോട് വസിക്കും. അങ്ങനെ ആ കൂടാര പെരുന്നാൾ വരാൻ പോവുകയാണ്. ആ കൂടാര പെരുന്നാളില് നിങ്ങൾക്ക് സന്നിധരാകണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് സന്നിധരാകണമെങ്കിൽ, ഞാൻ പലവട്ടം പറഞ്ഞു, പുരുഷന്മാരെ നിങ്ങളുടെ കുടുംബം ഹെഡ് ഓഫ് ദ ഫാമിലി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ദൈവരാജ്യത്തിന് അവകാശമാക്കാത്തക്കൊണ്ടും നിങ്ങളുടെ ഫാമിലിയെ അവരെ സഹായിക്കണം, ജനകോടികളെ സഹായിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് ഞാനൊരു സംഗതി ഇവിടെ പറയുകയാണ്. നിങ്ങളുടെ ഭാര്യ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, നിങ്ങളുടെ മാതാപിതാക്കന്മാർ വ്യത്യസ്തമായിട്ടുള്ളവര്, നിങ്ങളുടെ ഭാര്യയും വ്യത്യസ്തമായിട്ടുള്ള അറിവുണ്ട്. പക്ഷെ ഒരു സംഗതി പറയാം, നിങ്ങള് ദീർഘക്ഷമ യഹോവയുടെ ഒരു ഗുണമാണ്. ദീർഘക്ഷമ, മഹാദയ, കരുണ, എല്ലാവർക്കും നല്ലവൻ. ആ നില അത് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളുടെ കുടുംബത്തിൽ പ്രകടിപ്പിക്കണം. കാരണം നിങ്ങളുടെ ഭാര്യ സ്വഭാവത്തെ സംബന്ധിച്ചിരിക്കുക എന്നൊന്നും പറയാൻ നിങ്ങൾക്ക് അറിയാവുള്ളൂ. അത് ക്ഷമ, പരസ്പര വിശ്വാസം, ക്ഷമ, കമ്മ്യൂണിക്കേഷൻ, ത്യാഗം, ഇതിലൂടെ മാത്രമേ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനും ഭാര്യയെയും നേടിയെടുക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് അവരുടെ കയ്യെ പിടിച്ചുകൊണ്ട്, ഇത് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഹാകോപത്തോടെ അവൻ വന്നിരിക്കുന്നു. മഹാദൈവം ഇങ്ങനെ, മഹദിയാം ബാബിലോൺ ഇങ്ങനെ ഒരുപാട് മഹാ പറയുന്നുണ്ട്. അപ്പോ ഈ മഹാസംഭവമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഈ സംഭവത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് അല്ല നിസ്സാരമായിട്ട് നിങ്ങളെ കയ്യെ പിടിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ സ്നേഹിതന്മാരുടെ വീടുകളിലും സ്വന്തക്കാരുടെ വീടുകളിലും പോയി അവർക്ക് പ്രാക്ടീസ് കൊടുക്കുക. സുവിശേഷം അറിയിക്കാത്തക്കൊണ്ട് അവരുടെ പ്രായത്തിന് തക്ക വിധത്തിൽ അവരെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. അത് അവരുടെ മനസ്സിൽ കിടന്ന് ഉടങ്ങൂലും. അവർക്ക് നല്ല ക്രെഡിറ്റ് ഉണ്ട്, 3 തരത്തിലുള്ള ക്രെഡിറ്റ് ഉണ്ട്. എന്നാൽ ഞാൻ വീണ്ടും പറഞ്ഞു, ഏറ്റവും വലിയ പ്രസംഗം ചെയ്ത യേശു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-7 അതിൽ 3-ൽ പറയുന്നതാണ് ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ. അതിന് ഞാൻ മത്തായിയുടെ സുവിശേഷം 3 പറഞ്ഞത്, 5-ന്റെ 3-ആണ്. അപ്പൊ ഹൃദയശുദ്ധിയുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങള്, അപ്പൊ തന്നെ ആത്മാവിൽ ദരിദ്രർ, 3-ൽ പറയുന്നത് ആത്മാവിൽ ദരിദ്രർന്നു. അവർക്കൊന്നും അറിയാൻ പാടില്ല. അവർക്ക് ദൈവത്തിന്റെ ശുദ്ധ ഹൃദയമുണ്ട് അവർക്ക്. പക്ഷെ ഹൃദയശുദ്ധി 8-ാം വാക്യത്തിൽ പറഞ്ഞു, 5-ന്റെ 8 പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും. അപ്പൊ അവരോടൊപ്പം നിങ്ങൾ കയ്യെ പിടിച്ചോണ്ട് പോയി കഴിയുമ്പോൾ, ഇതെന്റെ ഡാഡി, ഇതെന്റെ മാമി എന്ന് അവർ പറയും, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളിന്ന് അന്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ബൈബിളെ സംബന്ധിച്ച് എന്റെ ചെറുപ്പം മുതലേ വായിക്കാനുള്ള ഒരു സന്ദർഭം ഇല്ലായിരുന്നു. അങ്ങനെ അവർ സുവിശേഷകരായി വരുമ്പോൾ അവർക്ക് വേണ്ടത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മാതാപിതാക്കന്മാരെന്നുള്ള നിലയിൽക്കൂടെ നിങ്ങൾക്കും ഈ കൂടാരത്തിൽ വസിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ 1-2 സംഗതികൾ പറയാം. അതൊക്കെ നിങ്ങൾക്കൊക്കെ വളരെ ദൈവത്തിൽ അസാധ്യമായതൊന്നുമില്ല. ഞാൻ ഒരു സംഗതി പറയാണ്, പലരോടും പറയുന്ന ഒരു സംഗതിയാണ്. എവിടെ ഡൈവേഴ്സ് പ്രോബ്ലം ഉണ്ടെങ്കിലും ശരി, വിളിച്ചാൽ അടുത്തക്കാരാണ് ഞാൻ പറയാം, അത് സോൾവ് ചെയ്തിരിക്കും. സങ്കീർണമായി കഴിഞ്ഞാൽ, ചീഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ആരംഭത്തിൽ അപ്പോൾ ഞാനൊരു 2 വർഷം കോടതി കിടന്ന ഒരു കേസ്, ഒരു കോളേജിൽ വെച്ചാണ്. ഒരു ഭാര്യ PhD കഴിഞ്ഞ് അവർ ഡോക്ടറായിട്ട് റെസിഡൻസി കിട്ടി.
മെക്സിക്കനിലായിരുന്നു. അപ്പോൾ എന്നോട് 2 വർഷം കോടതി കിടന്ന കേസ് അവർ 10,000-8,000 രൂപ ലോയർക്കൊക്കെ കൊടുത്തു. ഇത് അസാധ്യമാണ്. അവരുടെ ഒരു സ്നേഹിതൻ ഒരു കമ്പ്യൂട്ടർ ലെക്ചറേച്ചർ പറഞ്ഞു, കുര്യാക്കോസ് എന്ന് പറഞ്ഞു, മലക്കാരനാണ്. അയാൾ പറഞ്ഞു, മതിച്ചായ ഇതിൻ്റെ അത് ഇടപെടണ്ട. എന്നോട് പലരും പറഞ്ഞു ഇതിന് ഇടപെടണ്ട, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചുതരാം. കാരണം വിവാഹം ഏർപ്പെടുത്തിയ ആള് സ്വർഗസ്വനായ പിതാവാണെങ്കിൽ അങ്ങേരോട് പറഞ്ഞാൽ അങ്ങേരെ ചെയ്തിരിക്കും, അത് കാണിച്ചു കൊടുത്തു. എന്നതുപോലെ പല മാനസിക രോഗികളിൽ അതൊക്കെ പല വിധത്തിലാണ്. അപ്പം ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. അങ്ങനെ പലരുണ്ട്. പലര് നാട്ടിൽ വെച്ച് തുടരെ കിടക്കുന്ന പുറത്ത് പൂട്ടിയിട്ടിരുന്നവര്, അങ്ങനെ ചിക്കാഗോ വെച്ച് 2 പേരെ ഇങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ ഒരുത്തൻ ഒരു രാജു എന്ന് പറയും, അവനെ കല്യാണം കഴിക്കാനുള്ള സാധ്യതയൊന്നുമില്ല, പട്ടുപിടിച്ച് പെണ്ണുകൾ കൊടുക്കും. പക്ഷെ അവൻ എൻ്റെ നേരെ കൈയോഗി പല പ്രാവശ്യവും തല്ലാൻ, നീ അടി മേടിക്കരുത്, അവന് ഉപബോധത്തിന് പേടിയൊക്കെ കൊടുത്തു. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഏത് അൾസേഷൻ ഉണ്ടായാലും പഞ്ചായത്തുകാരുടെ ഒറ്റ കൊടുക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനനുസരിച്ച് ഒരു ഇഴക്കയറെ കൂടെ നടക്കും. എന്നതുപോലെ അവൻ 0 പോയിന്റ് വന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും എന്താടാ രാജു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ തല്ലിക്കൂ എന്നും തല തുമ്പിടും. അവൻ നാട്ടിൽ പോയി കല്യാണം കഴിച്ച് ഒരു ആൺകൊച്ചു ഒരു പെൺകൊച്ചുണ്ട്. നല്ല നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ലാസ്വദാസിലുണ്ട്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഇതിലും അപ്പത്തെ കാര്യങ്ങൾ അപ്പസ്തലന്മാർ ചെയ്തു, യേശുക്രിസ്തു ചെയ്തു. തന്റെ മക്കളും നമ്മളും ഈ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കും പല അതിശയങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവം നമ്മളോടുകൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ ദൈവമക്കളെന്നും പുത്രന്മാരും പുത്രികളെന്നും വിളിക്കുന്ന അർഹത നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ദൈവം കേട്ടിരിക്കും. അല്ല ആര് പറഞ്ഞാൽ ദൈവം കേൾക്കുന്നേ? ദുഷ്ടന്മാർ പറഞ്ഞാൽ കേൾക്കുവോ? അപ്പൊ ഇതിലെല്ലാം ഉള്ളതാണ് ഈ വെബ്സൈറ്റ്. ഞാൻ മുമ്പ് പരഭാഷം പറഞ്ഞു, ഇതിന് പൈസയുടെ ഇതില്ല. സുഭാഷിതങ്ങൾ പറയുന്നുണ്ട്, സുഭാഷിതങ്ങൾ 2:5 പറയുന്നുണ്ട്, യഹോവ പരിജ്ഞാനം തരുന്ന യഹോവയാണ്. യേശുക്രിസ്തു പരിജ്ഞാനത്തിന് താക്കോലുണ്ടവരില്ലേ? ആ താക്കോൽ ഉപയോഗിച്ച് നമ്മുടെ ഈ ബൈബിൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പരിജ്ഞാനം അവിടെ കിട്ടും. പിന്നെ പോരാത്ത യേശുക്രിസ്തു പറയുകയും ചെയ്തു, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി പിതാവിനോട് പറഞ്ഞ് നിങ്ങൾക്കൊരു സഹായം അയച്ചിരും. ആ സഹായം നമ്മുടെ കൂടെ ഉണ്ട്. ആ സഹായകനാണ് ഈ വെബ്സൈറ്റിന്റെ ഡയറക്ടർ. അങ്ങനെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ അങ്ങനെ അടുത്ത് ചെല്ലാനായിട്ട് നമ്മൾ ചെല്ലണം. അത് പലർക്കും മതചിന്താഗതി നിൽക്കുന്നവർക്ക് ചെല്ലാൻ സാധ്യമല്ല. കാരണം മതം അവരെ കെട്ടിട്ടിരിക്കുകയാണ്. ഇത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ഇന്നൊരു മതക്കാരൻ വേറൊരു മതക്കാരനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇന്നവനാണ്, അവൻ ഇന്ന മതക്കാരനാണ് എന്നുള്ള നില കൂടെ അവന്റെ തരം താഴ്ത്തി അവൻ മാനുഷിക മൂല്യം കൊടുക്കുന്നില്ല. കാരണം അതുപോലെ തന്നെ ദൈവം നമുക്ക് വേണ്ടി തരുന്ന കാര്യങ്ങള് നിങ്ങൾക്കറിയാമല്ലോ. 10 കുഷ്ഠരോഗികളെ യേശു ഭേദാക്കി, ഒരുത്തം മാത്രം തിരിച്ചു വന്നു. അതും നമ്മുടെ ഒരു ഘടകമാണ്. 9 പേരെ എവിടെയെന്ന് ചോദിച്ചു. എന്നതുപോലെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് തരുന്ന ദൈവത്തിന്റെ ഞാൻ സമ്പൂർണ്ണതയുള്ള ദൈവമാണ്, അത്യുന്നത ദൈവമാണ്. ഇവിടെ പലരും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഇരുമ്പുകൊണ്ടും ഉണ്ടാക്കിയ ദൈവങ്ങളുണ്ട്. ആ ദൈവത്തിൽ നടക്കാൻ കാലില്ല, കണ്ണില്ല, ഒന്നുമില്ല. ആ ദൈവത്തെ പോലെയല്ല അത്യുന്നത ദൈവം. ഇനി അടുത്ത കാര്യങ്ങൾ ബാക്കി പറയാം.